സിനിമയിലേക്ക് വളരെ അധ്വാനം ഇല്ലാത്ത രീതിയിൽ എൻട്രി ചെയ്തു എന്ന് പറയാം. ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ സിറ്റുവേഷൻ അദ്ദേഹം ആദ്യം തന്നത്. അത് ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഈ ക്ലാസ്മേറ്റ്സിന് വേണ്ടി പാട്ടുകൾ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിപ്പോഴും ഉണ്ടോ അതോ പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിച്ചോ? ഇല്ല, അത് ഞാൻ ഉപയോഗിച്ചില്ല. കടലോളം വാത്സല്യം താരാട്ടായി തരുമച്ചൻ, അത് ഞാൻ അമ്മ കിളിയില്ല കൂടാകും വീട്ടിലെ ചെല്ല കുഞ്ഞെന്ന് കൂട്ട് ആലോലം കൊമ്പത്തോരു ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട്. അപ്പോൾ പാട്ട് ചെയ്തപ്പോഴും അങ്ങനെ ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു റിസ്ക് ഒന്നും അവൻ എടുത്തിരുന്നില്ല. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും നോക്കുമ്പോ 1 മിനിറ്റ് അല്ലേ, ചിറ പുഞ്ചി മഴയത്ത്, അടുത്ത് നോക്കുമ്പോ മിന്നൽ വാള നോക്കുമ്പോ അടുത്ത് ഇത് ഇങ്ങനെ വരികയാണ്. ആവറേജ് വാച്ച് ടൈം ഒക്കെ വളരെ കുറവാണ്. ആൾക്കാരുടെ ക്ഷമ ശരിയാണ്. വിച്ച് ഇസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ലാളിത്യമുള്ള പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ച സംഗീത സംവിധായകൻ, പുതുതലമുറയിൽപ്പെട്ടവർക്കും പഴയ തലമുറയിലുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ള മലയാളികളുടെ വളരെ പ്രിയങ്കരനായിട്ടുള്ള സംഗീത സംവിധായകൻ ബിജിപാലാണ് ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്. ദിസ് ഇസ് RJ സുനിൽ ആൻഡ് വിത്ത് മീ ബിജിപാൽ. സർ നമസ്കാരം. നമസ്കാരം, സ്വാഗതം. എന്തൊക്കെയുണ്ട് സർ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഏറ്റവും ഒരു പുതിയൊരു കാര്യം, ലാലേട്ടൻ്റെ ഒരു പരസ്യമൊക്കെ ഇപ്പോൾ വളരെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു പാട്ട്, സുന്ദരൻ, ആ ഒരു പാട്ട് ലാലേട്ടൻ അത്രയും മനോഹരമായിട്ട് വർണ്ണിക്കുന്ന ആ ഒരു പാട്ട് ചെയ്തത് സാറാണ്. ആ ഒരു പാട്ടിനെ കുറിച്ചൊന്ന് പറയാം. അത് പാട്ട് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി നിലനിൽക്കുന്ന ഒരു പദമാണ്, ഒരു മോഹിനിയാട്ട പദമാണ്. സ്വാതി തിരുനാൾ രചിച്ച് അത് ചിട്ടപ്പെടുത്തിയത് ചേർത്തല ഗോപാലൻ നായർ എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനാണ്, പഴയ ഒരു മ്യൂസീഷ്യനാണ്. അത് മോഹിനിയാട്ടത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ അത് ശ്രീ പ്രകാശ് വർമ്മയാണ് സംസാരിച്ചത്. അങ്ങനെയുള്ളൊരു വളരെ ഇതായിട്ടുള്ളൊരു പദം എടുത്തിട്ട് നമുക്ക് ചെയ്യാമോ പറ്റുമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത ഒരു ഇതാണ് ആ ഒരു പദം. അതിനകത്ത് അളിവേണി എന്ന് തുടങ്ങുന്ന പദമാണ്. അതിനകത്ത് സുന്ദരൻ, ലോകസുന്ദരൻ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം എടുക്കുകയാണ് ചെയ്തത്. അത് വളരെ അതിനപ്പുറത്ത് മറ്റൊരു പദത്തിൻ്റെ ഒരു ശകലം നമുക്ക് ആ ഒരു ഭാഗത്ത് ചേർക്കാനില്ലെന്ന് തോന്നി. ആ ഒരു രീതിയിലാണ് ആ പദവും അങ്ങനെയാണ്, സീൻ എടുത്തിരിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ ആ ഒരു പ്രോസസ്സിനെ കൂടുതൽ എലിവേറ്റ് ചെയ്യാൻ അത് സാധിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ്. ശരിക്കും ഇത്രയധികം ചർച്ചാ വിഷയമാവും, അത് മലയാളം ഏറ്റെടുക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ചർച്ചാ വിഷയമാകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ലാലേട്ടനാണ് അത് ഡാൻസിന്റെ ഒരു ഇത് കാണിക്കുന്നു. അപ്പൊ അത് രണ്ട് രീതിയിലും അഭിപ്രായങ്ങൾ വരാവുന്നൊരു ഒരു എന്താണ് ഞാണിന്മേൽ കളി എന്ന് പറയും. ആ രീതിയിലുള്ളൊരു അതാ ഞങ്ങൾ അത് ആ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു, വരാവുന്ന ചില പ്രശ്നങ്ങൾ. പക്ഷെ ടെക്നിക്കലി എല്ലാം കൊണ്ടും അത് ഒരു എന്താ പറയുന്ന ഒരു വാച്ചബിൾ ആയിട്ടുള്ളൊരു ഹൈലി വാച്ചബിൾ റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു ഒരു പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു എസ്തെറ്റിക്കലി ആ ഒരു രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. പിന്നെ അദ്ദേഹം ആദ്യമായിട്ടൊന്നുമല്ല ഇതൊന്നും ചെയ്യുന്നത്. മനോഹരമായിട്ട് ഈ കമലതളത്തിലാകട്ടെ രാജശില്പിയിലൊക്കെ ആകട്ടെ നൃത്ത രംഗങ്ങളൊക്കെ, ക്ലാസിക്കൽ നൃത്തരംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ളൊരു നർത്തകൻ ചെയ്യുന്നതായിട്ടല്ല. പക്ഷെ ഇത് കണ്ട് ശീലമുള്ള, ഒരുപാട് കണ്ട് പരിചയമുള്ള, ഉള്ളിൽ എവിടെയോ ഒരു വാസനയുള്ള, പിന്നെ ആഭരണം ഇടുമ്പോൾ ഉള്ളിൽ എല്ലാ എന്താ പറയുക പുരുഷനിലും ഉള്ള ഒരു സ്ത്രീ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തിനോട് കോൺസെപ്റ്റ് പറഞ്ഞപ്പോഴും അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയി എന്നാണ് പ്രകാശ് വർമ്മ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാം, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത്രേ. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പഴയ കാലത്തിലേക്ക് പോവാം.
ആ ഒരു പിന്നണി ഗാനരംഗത്തേക്ക് ഈ ഒരു മലയാള സിനിമ സംഗീതത്തിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ജേണിയിലേക്ക് പോകാം. അറബിക്കഥ എന്ന ചിത്രത്തിലൂടെയാണ് മനോഹരമായ കുറേ പാട്ടുകൾ ചെയ്തുകൊണ്ട് അതിപ്പോൾ എനിക്കൊക്കെ പ്രവാസി എന്നൊക്കെ പറയുമ്പോൾ പ്രവാസ ലോകത്തെ കഷ്ടപ്പാട് അല്ലെങ്കിൽ നാടൊക്കെ അവർ ഓർമ്മിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു പാട്ടാണ് അതിൽ തിരികെ ഞാൻ വരുമെന്ന പാട്ട്. അതുപോലെ തന്നെ ഒരുപാട് മനോഹര ഗാനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടുകളെക്കുറിച്ചും ആ ഒരു സിനിമയിലേക്ക് ഉള്ള എൻട്രിയും ഒക്കെ എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് വളരെ അധ്വാനമില്ലാത്ത രീതിയിൽ എൻട്രി ചെയ്തെന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് അങ്ങനെ ചാൻസുകൾ ചോദിച്ച് അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നില്ല സത്യം പറഞ്ഞാൽ. അത് ശ്രീ ലാൽ ജോസിനെ പോലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു അവസരം തന്നത്. കാരണം അദ്ദേഹം അങ്ങനെ ആ രീതിയിൽ ഒരു ലോ പ്രൊഫൈലിൽ കൂടി അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എത്തുന്ന ഒരു ആളാണ്. പിന്നെ നമുക്ക് അവസരം തരണം അദ്ദേഹം കൂടുതൽ ആലോചിക്കുകയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എപ്പോഴും തെളിയിക്കപ്പെട്ട ആളുകളെ കൊണ്ടേ വർക്ക് ചെയ്യിക്കുള്ളൂ എന്നൊരു പിടിവാശിയും അദ്ദേഹം കാണിക്കാറില്ല. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത ഒരു പരസ്യത്തിന് ജിങ്കിൾ ചെയ്തിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ഇംപ്രസ്ഡായി. നീ പാട്ടുകൾ ചെയ്യുക, ഞാൻ സിറ്റുവേഷൻസ് തരാം, നീ ഒന്ന് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അത് തുടങ്ങിയത്. ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ സിറ്റുവേഷൻ അദ്ദേഹം ആദ്യം തന്നത്. അത് ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പക്ഷെ അത് ഈ പടം നീ അല്ല ചെയ്യുന്നത്, അടുത്ത പടം നമുക്ക് നോക്കാം, പിന്നെ അടുത്ത പടം തന്നെ അറബിക്കഥ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാത്ര. അങ്ങനെ എന്നെ സംബന്ധിച്ചൊരു അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി അതൊരു എളുപ്പമുള്ളൊരു പ്രോസസ്സായിരുന്നു സത്യം. ആ പാട്ടുകളൊക്കെ ഇത്രയധികം ഹിറ്റാവും. തിരികെ ഞാൻ വരുമെന്ന ആ പാട്ട്, ചോര വീണ മണ്ണിൽ നിൻ്റെ, അങ്ങനെ 3-4 പാട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ആ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അത് ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങൾ? അത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ലാലുവേട്ടൻ ഇത് ചെറിയൊരു സിനിമയായിട്ടാണ് ഇത് കൺസീവ് ചെയ്തത്. അറബിക്കഥ ചെറിയൊരു സിനിമ. അതിന് മുമ്പ് ക്ലാസ്മേറ്റ്സ് വലിയൊരു ഹിറ്റായിരുന്നു. അതിനുശേഷം ഒരു സറ്റയർ, ഒരു പൊളിറ്റിക്കൽ ഡ്രാമ, ചെറിയൊരു വില്ലേജിൽ നടക്കുന്ന ഒരു കഥ, ശ്രീനിയേട്ടനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോ പ്രൊഫൈൽ, ലോ ബഡ്ജറ്റ് സിനിമ. അപ്പോൾ എന്നോട് പറഞ്ഞത് ദുബായിൽ അങ്ങനെ നടക്കുന്ന, നാട്ടിൽ വരാൻ കഴിയാതെ അവർ ജോലിയെടുത്ത് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പെൺമക്കളുടെ കല്യാണത്തിന് പോലും വരാതെ എന്നോ കിട്ടുന്ന പൈസ എങ്ങനെയെങ്കിലും അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന അച്ഛന്മാരും ഭർത്താക്കന്മാരും ഒക്കെ ജോലി ചെയ്യുന്ന ഒരു സമയത്തെ കഥയാണ്. അപ്പോൾ അവിടെ നമ്മളുടെ നാടിനെ കുറിച്ച് അതിൽ കൂട്ടത്തിൽ കുഴപ്പമില്ലാതെ പാടുന്ന ഒരു ഗായകൻ ഡെസ്കിൽ കൊട്ടിപ്പാടുന്ന ഒരു പാട്ട്, ഒരു കവിത പോലത്തെ ഒരു പാട്ട്, തിരികെ ഞാൻ വരുമെന്ന്. അത് ആ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം അങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോൾ അത് കേട്ടപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അതല്ല എടാ, അത് കുറച്ചും കൂടി ഒരു ഇതാക്കിക്കോ, എന്നാലും പാട്ട് നന്നായിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആക്കിക്കോ, ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് നല്ലൊരു സിനിമ പാട്ട് പോലെ തന്നെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനൊരു സിനിമ, ഒരു കംപ്ലീറ്റ് ഒരു മൂവി സോങ് പോലെ ആക്കിയത്. പിന്നെ അദ്ദേഹം അത് കുറച്ച് മൊണ്ടാഷസ് ഒക്കെ ആയിട്ട് സിനിമ പാട്ട് പോലെ തന്നെ ചിത്രീകരിച്ചു. അതുപോലെ തന്നെയാണ് ചോര വീണ മണ്ണിൽ എന്ന് പറയുന്ന പാട്ട്. ആദ്യം ഒരു ചെറിയ ഒരു നാട്ടിലെ ഒരു ഡിവൈഎഫ്ഐക്കാരനോ അല്ലെങ്കിൽ വളരെ ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ അവരുടെ വേദിയിൽ ഒരു ചെറിയ ജില്ലാ സമ്മേളനത്തിന്റെ വേദി പാടുന്ന ഒരു കവിത എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പം ഞാനിത് കവിത കിട്ടിയിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് ഹാർമണികളും കുറച്ച് ഡ്രംസും കുറച്ച് വയലിൻ സ്ട്രിങ്സ് സ്റ്റക്കാറ്റോകളൊക്കെ വെച്ച് അങ്ങനെ ചെയ്തയച്ചപ്പോഴത്തേക്കും ആരോട്ടും വീണ്ടും അത് അയ്യോ ഇതുപോലെ ഇത് അങ്ങനെയാണെങ്കിൽ കുറച്ച് വലുതായിട്ട് ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ പാട്ടുകളുടെ ഒരു സ്പേസുകൾ അങ്ങനെ വലുതായി സത്യം പറഞ്ഞു. പിന്നെ സിനിമയും കുറച്ചങ്ങനെ അദ്ദേഹം ആദ്യം കൺസീവ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു സിനിമയാക്കി അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അത് ശരിക്ക് വന്നത്. ഈ ക്ലാസ്മേറ്റ്സിന് വേണ്ടി പാട്ടുകൾ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിപ്പോഴും ഉണ്ടോ അതോ പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിച്ചോ? ഇല്ല, അത് ഞാൻ ഉപയോഗിച്ചില്ല. അത് ട്യൂണൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ പിന്നെ ഉപയോഗിച്ചില്ല. അത് ശരിക്കും പറഞ്ഞാൽ മറ്റേ എൻ്റെ കൽബിലെ എന്നുള്ള സിറ്റുവേഷനാണ് എനിക്ക് തന്നത്. ആ സിറ്റുവേഷൻ തന്നത് 1-2 ഓപ്ഷൻസ് അദ്ദേഹത്തിന് പുള്ളി അദ്ദേഹം കൺവിൻസ്ഡ് ആയിരുന്നു, അത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ വരികളൊന്നും എഴുതിച്ചില്ല, ഞാൻ വെറുതെ ട്യൂൺ പാടി കേൾപ്പിക്കുകയാണ് ചെയ്തത്, റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാനത് ഉപയോഗിച്ചൊന്നുമില്ല. ഓക്കെ.
ഇനിയിപ്പോൾ എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കടലോളം വാത്സല്യം എന്ന് പറയുന്ന അച്ഛനെ കുറിച്ചുള്ള പാട്ടുകൾ പൊതുവെ മലയാളത്തിൽ വരാറുണ്ട്, കുറവാണ്. പക്ഷെ ഈ ഫാദേഴ്സ് ഡേ വരുന്ന സമയത്തും അച്ഛനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു പാട്ട് കേൾക്കാറുണ്ട്, പാടാറുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ ഓർമ്മകളൊക്കെ എങ്ങനെയൊക്കെയാണ്? അത് മിന്നാമിനിക്കൂട്ടത്തിൻ്റെ തീം തന്നെ അങ്ങനത്തെ ഒരു തീമാണ്. മീര ജാസ്മിൻ ക്യാരക്ടറിൻ്റെ അച്ഛൻ ശ്രീ സായ് കുമാർ ഇടയ്ക്ക് വെച്ച് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം വിട്ടുപോകുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് സാധാരണഗതിയിൽ അപ്പം അത്തരം സാഹചര്യത്തിൽ ഒരു സാഡ് സോങ് ആണല്ലോ സാധാരണ സിനിമകൾ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ കമൽ സാറ് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സാഡ് സോങ്ങിലേക്ക് പോകണ്ട. പെട്ടെന്ന് ഈ പുള്ളിക്കാരിയുടെ ചിന്തയിൽ പെട്ടെന്ന് ബാല്യമാണ് കയറി വരുന്നത്, പഴയകാലം. അപ്പോൾ അത് കയറി ഇറങ്ങി ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മിക്സ് പോലെ ഒരു സാഡ് പ്ലസ് ഹാപ്പിനെസ് പെട്ടെന്ന് ഈ നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടല്ലോ, പെട്ടെന്ന് ടൈം ട്രാവൽ ചെയ്ത് അവിടെ എത്തും. അയ്യോ ആളിൽ നിന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നു, പെട്ടെന്ന് വീണ്ടും ഊഞ്ഞാലാടുന്ന സന്തോഷവും സങ്കടവും, അങ്ങനെ ഒരു മിക്സ് ആണ് ആ പാട്ടിൽ. ചിലപ്പോൾ തുടക്കം കടലോളം വാത്സല്യം താരാട്ടായി തരുമച്ചൻ, അത് അമ്മ കിളിയില്ല കൂടാതും വീട്ടിലെ ചെല്ല കുഞ്ഞിന്നു കൂട്ട് ആലോലം കൊമ്പത്തോരു ഊഞ്ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട്, അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. സങ്കടവും സന്തോഷവും എല്ലാം അതിൽ അങ്ങനെ കയറി ഇറങ്ങി പോകുന്ന രീതിയിലല്ലേ. അപ്പോൾ പാട്ട് എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇതല്ല, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടുണ്ടല്ലോ, തിരികെ ഞാൻ വരുമെന്ന, ആദ്യം കമ്പോസ് ചെയ്തിട്ടുള്ള, സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ട്. ആ പാട്ട് 2 വരിയും. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും, വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമയിൽ കണ്ടു, വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു, തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ശരിക്കും നമുക്കൊരു പക്ഷെ അറിയില്ല, പക്ഷെ പ്രവാസ ലോകത്തിരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ വീടിനെയൊക്കെ മിസ് ചെയ്തിരിക്കുന്നവർക്ക് ഈ പാട്ട് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഹോണ്ട് ചെയ്യുന്നൊരു പാട്ട്. ആ വരികളുടെ കൂടി പവറാണ് ശരിക്കും. വരികളാണ് നമ്മളെ സബ്ജക്റ്റിൽ തീർച്ചയായിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സിനിമയിലേക്ക് പോകുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ. ശരിക്കും മലയാളത്തിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അതിലെ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊരു 90s അല്ലെങ്കിൽ ഒരു 80s പാട്ടൊക്കെ കേട്ടൊരു ഫീല് വരും. പ്രത്യേകിച്ച് പ്രേമിക്കുമ്പോൾ നീ ഞാൻ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ. എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക് വരുന്നതും ആ പാട്ട് കമ്പോസ് ചെയ്യുന്നതും ഒക്കെ? അത് ശരിക്കും ആഷിഖിൻ്റെ 2ാമത്തെ സിനിമയാണ്. ആദ്യം ഡാഡി കൂൾ എന്ന് പറയുന്ന സിനിമ, അത് കുറച്ചും കൂടി ഒരു പിള്ളേർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഇതാണ്. അപ്പോൾ 2ാമത്തെ സിനിമ ചെയ്യുമ്പോൾ അവൻ തന്നെ തീരുമാനിച്ചിരുന്നു അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ ആയിരിക്കരുത്, ഡിഫറെൻ്റ് ആയിരിക്കണം. പിന്നെ അതൊരു വളരെ ലോ പ്രൊഫൈലായിട്ടുള്ളൊരു സിനിമ, ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള സിനിമ ആയിരിക്കും അത്. വെറുതെ സാധാരണ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് പോവുക, ഒരു ബ്ലൂം ചെയ്തിട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ പാട്ട് ചെയ്തപ്പോഴും അങ്ങനെ ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു റിസ്ക് ഒന്നും അവൻ എടുത്തിരുന്നില്ല സത്യം പറഞ്ഞ. ആ സിനിമ എന്നോട് പറഞ്ഞത് 3 പാട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതിനകത്ത് 2 പാട്ട് പ്രേമഗാനങ്ങളാണ്, ഒരെണ്ണം ഒരു ന്യൂ ജനറേഷൻ കപ്പിളിന് വേണ്ടിയുള്ളത്, പിന്നെ കുറച്ച് പ്രായമുള്ള ഒരു കപ്പിളിന് വേണ്ടിയുള്ളത്. 2 പാട്ടുകളും ഒരു രീതിയിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട, മെലഡിയുടെ ഒരു എക്സ്ട്രീം മെലഡി മതി, എക്സ്ട്രീംലി മെലോഡിയസ്,
അതിനപ്പുറത്ത് വേറെ ഒരു ഇത് ഇഷ്ടപ്പെടാൻ കുറച്ച് സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, ഇതൊന്നും വേണ്ട. ഇഷ്ടമുള്ള ഒരു 5 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 50 പ്രാവശ്യം കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന പാട്ടുകൾ മതി എന്നുള്ള ബ്രീഫിങ് തന്നത്. അപ്പോൾ നമുക്കൊരു ഉള്ളിൽ ഇഷ്ടമുള്ള ഒരു ഈണം നമ്മൾ ചെയ്യാം എന്നുള്ള ഇതിലാണ് 2 പാട്ടുകളും പ്രേമഗാനങ്ങൾ ചെയ്തത്. പിന്നെ ഉള്ളത് ചെമ്പാവ് പുന്നെല്ലിഞ്ചോ, അത് ഒരു ടൈറ്റിൽ ട്രാക്കാണ്. അതിപ്പോഴും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാട്ട് കൂടെയാണ് അല്ലേ? ഓക്കെ. ഇനി ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ ചെയ്തു. ഞാനിപ്പോൾ ഇങ്ങനെ വിക്കിപീഡിയ നോക്കുമ്പോൾ സിനിമാ ഗാനങ്ങൾ 337ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ. ഈ പാട്ടുകളിൽ തന്നെ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത് എന്നാൽ ആളുകൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ ചില അണ്ടർ റേറ്റഡ് സോങ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഇത് കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടണമായിരുന്നു ഈ പാട്ടിന്, അത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് ചെയ്താണ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പാട്ടുകളുണ്ടോ? അത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് കാലത്താണ് ഇത് വിരിയുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇതിൽ പ്രേമിക്കുമ്പോൾ എന്നുള്ള നേരത്തെ അത്യാവശ്യം ഹിറ്റായിരുന്നു. കാണാമുള്ളാൽ എന്നുള്ളത് അത് തുടക്കത്തിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ട് പിന്നെ അത് പോയി. പക്ഷെ ഇപ്പൊ വീണ്ടും ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ കുറെ കുട്ടികൾ ഇതിങ്ങനെ ഏറെ ദൂരെയെങ്കിൽ നീ എന്നും എന്നെയോർക്കും ഇതിങ്ങനെ പാടിയിടുന്നു. അപ്പൊ അത് കാണുമ്പോൾ സന്തോഷം. അതായത് എപ്പോഴാണിത്, കാരണം അതിന്റെ സബ്ജക്റ്റ് ആയിരിക്കാം അതിനെ പ്രസക്തമുണ്ടാകും. ഒരു സബ്ജക്റ്റോ ഒരു പ്രസക്തമായ ഒരു ജീവിതത്തെ സ്പർശിക്കാത്ത ഒരു വിഷയമാണെങ്കിൽ ആൾക്കാർ അത് ഒരു കാലത്തും തൊഴില്ല. പക്ഷെ എന്തെങ്കിലും പ്രസക്തമായൊരു കാര്യം ആണ് പാട്ടിലൂടെ പറയുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് പൊടികെട്ടി നമ്മളുടെ മുന്നിൽ വരും. അതിപ്പോൾ നീയില്ലാതെ ജീവിതം എന്നുള്ളൊരു പാട്ടുണ്ട്. അത് ചെയ്ത ആ സമയത്ത് ആരും ശ്രദ്ധിക്കാത്തൊരു പാട്ടായിരുന്നു. ആ സിനിമയും നല്ല സിനിമയാണ്. ഠമാർ പഠാർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. അത് ഒരു സോഷ്യൽ സറ്റയർ ആയിരുന്നു. പക്ഷെ അത് അന്ന് ശ്രദ്ധിക്കപ്പെടില്ല. ഇപ്പം അത് വളരെ ഒരു കൾട്ട് സിനിമയാന്നൊക്കെ പലരും പറഞ്ഞ്. അപ്പം അന്ന് നീയില്ലാതെ ജീവിതം വേണ്ട പൊന്നേ വേണ്ട, മറുപകുതിതെന്നും നീയില്ലേ, ഓടിപ്പോകും കാറ്റിലെ പൊടിമഴ മാതിരി എന്നെ നീ തനിച്ചാക്കിടല്ലേ ഇങ്ങനെ, ഞാനും നീയും ചേർന്നാൽ പാലും തേനും പോലെ മധുരിതമായി ഇളകിയൊഴുകിയ ഒരു പുഴയായി നിറയുമിവിടെ നീയില്ലാതെ ജീവിതം. അത് ഇപ്പൊ വീണ്ടും ഞാനത് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഇങ്ങനെ പാടി ഇട്ടിരുന്നു. അതിനുശേഷം അത് ഭയങ്കരമായിട്ട് കുറെ പേര് പാടിയിടുന്നു. സ്പോട്ടിഫൈയില് കൂടുതൽ ആളുകൾ ലിസണേഴ്സ് കേൾക്കുന്നു. ഇപ്പോഴും അതൊരു അത്യാവശ്യം കേൾക്കുന്ന ഒരു ട്രാക്കാണ്. അപ്പൊ അങ്ങനെ ചില ഘട്ടത്തിൽ അതിങ്ങനെ ഓരോ പാട്ടുകൾ. എന്നാലും ചിലപ്പോ കരിമുകിലുകൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, വർഷം എന്ന് പറഞ്ഞ സിനിമയില്. വർഷം അത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് പക്ഷെ ശ്രോതാക്കൾ ആ രീതിയിൽ എത്തിയിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ, അങ്ങനെ ഒരു പിടി പാട്ടുകളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം ഇതുപോലെയുള്ള കുറേ പാട്ടുകളുടെ തിരിച്ച് വരവിന് കാരണമായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം അന്ന് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ ഇത്രയും ഭംഗിയുണ്ടോ ഈ പാട്ടുകൾക്ക് എന്ന് നമ്മൾ അങ്ങനെ അന്ന് വിചാരിച്ച് കാണില്ല, അത്രയും കേട്ട് കാണില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വരവോടുകൂടി പല പാട്ടുകളും ഇന്നത്തെ ജനറേഷൻ പോലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ലേ സാർ? ഉറപ്പായിട്ടും ജനറേഷൻസിന്റെ നമ്മൾ കൽപ്പിക്കുന്ന ഒരു ബാൻഡ് വിഡ്ത്ത് അല്ല ശരിക്കും ഒറിജിനലി ജനറേഷൻസിനുള്ളത്. അവരെല്ലാം ഒരു വളരെ ഇൻക്ലൂസീവാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ. മറ്റേ പഴയ ജനറേഷനാണ് കുറച്ചുകൂടി സ്റ്റബേൺ ആയിട്ടുള്ളത്. ഇതൊന്നും നല്ലതല്ല, ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ പിടിവാശി. ഇപ്പോൾ കുട്ടികൾക്ക്, നമ്മളോർക്കും കുട്ടികൾക്ക് ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ്, ഹിപ്പ് ഹോപ്പ് മാത്രം, ഇതൊന്നുമില്ല. അവരെന്തും കേൾക്കും. അവരെ ഏതാണ് സാഹചര്യം അനുഭവിക്കുന്നത് അതെല്ലാം കേട്ട് അവർ എൻജോയ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു തലമുറ നമുക്കുള്ളത്. നമ്മളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് പൊതുവെ. പക്ഷേ അവര് ഒരേ സമയം ഹിപ്പ് ഹോപ്പും ഒരേ സമയം ചെറിയ ചെറിയ വാക്കുകൾ വെച്ചിട്ട് ഇപ്പോൾ പുതിയ പാട്ടുകൾ പലതും. എന്നാൽ ഈ മാണിക്യച്ചിറകുള്ളൊക്കെ ഒരു വേദിയിൽ അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പല ഇതിലിപ്പോൾ
കണ്ടു വീശും കാറ്റിൻ വീറും, കണ്ടേ ഇരുളുലാത്തും വഴികളും, കോടമഞ്ഞുണ്ട് കൂമനുമുണ്ട് തുടലി മുള്ളുണ്ട് എന്നൊക്കെയാണ് പക്ഷെ അതൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, കുട്ടികളടക്കം. സോ അതങ്ങനെ ബാരിയേഴ്സ് ഇല്ല ശരിക്കും, ആൾക്കാരെ കുട്ടികളെ തെറ്റിദ്ധരിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് നമുക്ക് പറയാം. ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിലെ ഒരു സൂപ്പർ സോങ് അല്ല, നമ്മളിപ്പോൾ ആരും മല കയറി ഒരു ഫോട്ടോ ഇട്ടാലും ആദ്യം തപ്പുന്നത് ഈ ഒരു പാട്ടായിരിക്കും, മാണിക്യച്ചിറകുള്ള ആ ഒരു പാട്ടായിരിക്കും. ആ പാട്ടിൻ്റെ ഒരു ഓർമ്മ പറയാം. ആ പാട്ട് ഇതേപോലെ അത് ഈ പറഞ്ഞ പോലെ ഈ ടൈം എന്ന് പറയുന്നത് നമ്മളെക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തരുന്നൊരു പരിപാടിയാണ്. ടൈമിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തൊരു പാട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പക്ഷേ ആ സമയത്ത് മേ ബി ലേറ്റ് 70s ഉള്ള ആൾക്കാരാണ്. അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആടിവാകാറ്റയോ അല്ലെങ്കിൽ എന്താ ഒരു മധുരക്കിനാവോ ഒക്കെയാണ് പൊതുവെ ജനറലി ആൾക്കാർ കേൾക്കുന്നത്. പക്ഷേ ഈ 4 കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ അതിൽ ഒരു പേരൻറ്റിൻ്റെ അച്ഛനോ മറ്റോ പുറത്തുനിന്ന് വരുമ്പോൾ വാക്ക്മാനും പിന്നെ അബ്ബയുടെയും ബോണിയമിൻ്റെ ഒക്കെ കാസറ്റൊക്കെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവര് ഇങ്ങനെ കേൾക്കുന്നത് അബ്ബയും ബോണിയമും ഒക്കെയാണ്. അപ്പൊ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു വേറെ പ്രോഗ്രസീവ് നേച്ചർ ഈ പാട്ടില് ആവാം എന്നുള്ള സ്വാതന്ത്ര്യം ഒന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അന്നും നമുക്ക് റോക്കും പോപ്പും ഒക്കെ ഉണ്ടല്ലോ പുറത്തൊക്കെ, ഗിറ്റാറിങ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഒരു മെലോഡിയസ് ആയിരിക്കണം. പിന്നെ റഫീഖേട്ടനോട് എഴുതാൻ പറഞ്ഞപ്പോൾ പക്ഷെ അത് ഏത് ഭാഷ, പഴയ ഭാഷയുമാകാം. അപ്പൊ മാണിക്യച്ചിറകുള്ള മാറത്തു ഇതുള്ള കുറിയുള്ള വായാടിപ്പക്ഷി, അപ്പൊ കണ്ടു വാഗപ്പൂവിൻ കൂട, കണ്ടേ മണിയിലഞ്ഞിത്തറകളും എന്നുള്ള വാക്കൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആഷിക്ക് പറഞ്ഞ അതൊക്കെ ആവാം, എന്ത് ചിത്രം വേണമെങ്കിലും ആ സമയത്തുള്ള ഇതുകൾ കൽപ്പനകൾ എന്തും ആകാം. പക്ഷെ മ്യൂസിക് ഷുഡ് ബി ലൈക്ക് ഒരു പ്രോഗ്രസീവ്, അന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ലോകസംഗീതം, നോട്ട് ജസ്റ്റ് ഇന്ത്യൻ ഓർ നേറ്റീവ്, ലോകസംഗീതത്തിന്റെ ഇൻഫ്ലുവൻസ് ആവാം. കാരണം ഇവർ കേൾക്കുന്ന ഇതാണ്. അപ്പൊ അതിന്റെ സ്വാതന്ത്ര്യമാണ് അന്ന് എടുത്തത്. പൊതുവെ നമ്മളിപ്പോൾ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു ടൈമിൽ ക്ലിക്കായിരിക്കും, ഒരു ടൈമിൽ ഒരുപാട് പേര് കേൾക്കും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് മടുക്കും, അല്ലെങ്കിൽ അത് പിന്നീട് കേട്ട നമുക്ക് ഒരു ഭംഗി ഫീൽ ചെയ്യില്ല എന്നൊക്കെ പറയാറുണ്ട്. നമുക്കിങ്ങനെ ഓരോ സമയത്തും ഈ ട്രെൻഡിങ്ങിൽ പോകുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അപ്പോൾ ശരിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് മെയിൻലി ഇപ്പോഴത്തെ ഒരു കൊമേഴ്ഷ്യൽ ഇക്വേഷൻ അങ്ങനെ ആയി മാറി. അതായത് ഇപ്പം നമ്മൾ സ്പോട്ടിഫൈ, യൂട്യൂബിലുള്ള റവന്യൂ വളരെ സിംഹഭാഗം അതിൻ്റെ റവന്യൂ ആണ്. അപ്പോൾ ഷോർട്ടർ പീരീഡിൽ വലിയ വാച്ച് ടൈം, ഇതാണ് റവന്യൂവിൻ്റെ ഏറ്റവും വലിയ ഇക്വേഷൻ. അപ്പോൾ ഒരാഴ്ച കൊണ്ട് 10 മില്യൺ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 20 മില്യൺ കാണുക എന്ന് പറഞ്ഞാൽ ഹ്യൂജ് റവന്യൂ ആണ്. അപ്പോൾ ആ ഒരാഴ്ചത്തെ റവന്യൂ മതി അയാൾക്ക് ഈ ഒരു ലാഭം. ബാക്കിയൊക്കെ പെൻഷനാണ്, അതവിടെ കിടക്കുകയാണല്ലോ. ലൈക്ക് അത് എടുത്തു മാറ്റൊന്നും വേണ്ടല്ലോ, പിന്നെയും കാണുന്നതൊക്കെ അഡീഷണൽ ബെനിഫിറ്റ്. സോ ഫോർ ദ ഫസ്റ്റ് വീക്ക് ഇവർക്ക് കിട്ടുന്ന റവന്യൂ ആണ് ഇവരുടെ വരുമാനം. അപ്പൊ ഫസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നിൽക്കുന്ന പാട്ട് മതി. പക്ഷെ ഇറ്റ് ഷുഡ് ബി അഗ്രസീവ്, ഇറ്റ് ഷുഡ് ബി പെനിട്രേറ്റിംഗ്. പുതിയ സൗണ്ടുകൾ, പുതിയ ശബ്ദം, പുതിയ വാക്കുകൾ. ഇപ്പോഴത്തെ പാട്ടുകൾ ഒരു വാക്കിലാണ് ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം അറിയപ്പെടുന്നത്. അതിനപ്പുറത്തെ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. ഇപ്പൊ എന്താണ് സാമ്പ്രാണി പെണ്ണേന്നോ എന്നൊരു പാട്ട് കേട്ടു, മറ്റേ അലുവാ പെണ്ണ, അലുവാ പെണ്ണാളെ. ഓക്കെ അത് മതി. പിന്നെ തന്നെ അലുവാ പെണ്ണാളെ, പിന്നെ വരി എന്തോ ആട്ടെ, മിന്നൽ വള കയ്യിലിട്ട പെണ്ണാളെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ എന്താണ് പല്ലവി, എന്താ നമുക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ ലൂപ്ഡ് ആണ്. ഇപ്പൊ ഒരു പാട്ട് കേട്ടു, ചിറാപ്പുഞ്ചി മഴയത്ത്, അതൊരു കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ട പാട്ട്. ഒരു രസമുള്ളൊരു പാട്ടുകളാണ് ഇതെല്ലാം, സ്വീറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. സോ അത് ലൂപ്പ് ചെയ്ത് വരുന്നു. അത് ആ ഒരു ഹുക്ക് ട്യൂൺ എന്നോ ഹുക്ക് ലൈൻ എന്നൊക്കെ പറയുന്ന പരിപാടിയിലേക്ക് അത് റീൽസ്. ഇപ്പൊ ഇത് നോക്കുമ്പോ 1 മിനിറ്റ് അല്ലേ, അപ്പൊ ചിറാപ്പുഞ്ചി മഴയത്ത്
അടുത്ത് നോക്കുമ്പോ മിന്നൽ വാള കൈ, അപ്പൊ നോക്കുമ്പോ അടുത്ത് അൽവാ കണ്ണ, ഇത് ഇങ്ങനെ വരികയാണ്. അപ്പൊ നമുക്ക് 200 കേൾക്കുമ്പോ ഇത് നമ്മള് ഒരു റീൽ ഇടുമ്പോ ആ പാട്ട് തന്നെ ഇടും. അതെ, ശരി. അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ റീൽ 1 മിനിറ്റ് റീൽ മുതൽ യൂട്യൂബിൽ പോലും നമുക്ക് പാട്ടിന്റെ 3 മിനിറ്റ്സ്, നമുക്ക് ആവറേജ് വാച്ച് ടൈം ഒക്കെ വളരെ കുറവാണ്. ആൾക്കാരെ ക്ഷമ ശരിയാണ്. ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് കഴിയുമ്പോ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. സമയം അത്രേ ഉള്ളൂ, തിരക്ക്. വിച്ച് ഇസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 25 ഒക്കെ കഴിയുമ്പോൾ വീണ്ടും ഈ 90s പാട്ടുകളോട് 80s പാട്ടുകളോടൊക്കെ ഒരു ഇഷ്ടം 90s 80s മാത്രമല്ല, ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് നല്ല പാട്ടുകൾ. ബട്ട് ആളുകളുടെ ആദ്യ ശ്രദ്ധ ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളേ ഉള്ളൂ. 90s 80s അങ്ങനെ നമ്മൾ ലോക്ക് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ എല്ലാ കാലത്തും നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. ബട്ട് ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇവര് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്പോട്ടിഫൈയിലോ അങ്ങനെ പ്ലേലിസ്റ്റുകൾ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഞാൻ ഇടയ്ക്ക് എൻ്റെ പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഞാൻ പോലും മറന്നുപോയ പാട്ടുകൾക്കൊക്കെ ചിലപ്പോ 7 ദിവസത്തിൽ 27,000 ലിസണേഴ്സ്. അപ്പൊ ഞാൻ മറന്നുപോയി ഇത് ഏത് പാട്ട്. പിന്നെ ഞാൻ ചകഞ്ഞെടുത്ത് നോക്കുകയാണ്, ഇത് ഇന്ന സിനിമയില് ഈ പാട്ടാണല്ലേ എന്നൊക്കെ നോക്കിണ്ടേ. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് അത്ഭുതപ്പെടാറുണ്ട്. കാരണം സ്പോട്ടിഫൈ പോലെയുള്ള അങ്ങനെ പല ഇതുണ്ടല്ലോ, ഐട്യൂൺസ് ഉണ്ട്, സാവനുണ്ട്, അങ്ങനെ എല്ലാം അങ്ങനെ ഈ ലിസണിങ് ഓഡിയോ പ്ലാറ്റ്ഫോംസ് വളരെ വലിയൊരു റോൾ ഇപ്പൊ വരുന്നുണ്ട് ശരിക്കും.